പൂർണ്ണമായും ട്യൂണീഷ്യയിൽ ഷൂട്ട് ചെയ്ത ചിത്രമാണ് ലെവൽ ക്രോസ്. അർഫാസ് ആയൂബിൻ്റെ തീവ്രമായ തിരക്കഥയാണ് ലെവൽ ക്രോസിൻ്റേത്. ഒരു സാങ്കല്പിക ഭൂമിയിലാണ് കഥ നടക്കുന്നത്. അതാണ് ചിത്രത്തിൻ്റെ ഒരു പ്രധാന ഹൈലൈറ്റ്. ലൊക്കേഷൻ തന്നെ കഥയിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നിരുന്നാലും നിർമ്മാതാക്കൾ ഇതൊരു സാങ്കല്പിക ഭൂമിയായി അവതരിപ്പിക്കാൻ തിരഞ്ഞെടുത്തുവെന്നത് പ്രേക്ഷകരിൽ കൗതുകമുണർത്തുന്നു. ഒരു ത്രില്ലറിൻ്റെ പതിവ് ടെംപ്ലേറ്റിലല്ല ലെവൽ ക്രോസ് ഒരുക്കിയിരിക്കുന്നത്. വളരെ മന്ദഗതിയിലാണ് കഥ തുടങ്ങുന്നത്. ആസിഫ് അലിയുടെ രഘു എന്ന കഥാപാത്രം തികച്ചും ഏകാന്തതയിൽ ജീവിക്കുന്ന ഒരു റെയിൽവേ ഗേറ്റ് കീപ്പറാണ്. അവിടേക്ക് ചെതാലി എന്ന അമലാപോളിൻ്റെ കഥാപാത്രം കടന്നു വരുന്നു. ഏകാന്തതയിൽ കഴിയുന്ന രഘുവിന് ചെതാലിയുടെ വരവ് മരുഭൂമിയിലെ മഴ പോലെ ആശ്വാസം നൽകുന്നു. എവിടെയൊക്കെയോ ജീവിതത്തിൽ സാമ്യം തോന്നിയ അവർ പരസ്പരം അറിയുന്നു, പരസ്പരം സംസാരിക്കുന്നു. അപ്പോഴും ഒരു നിഗൂഢത ഒളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. അവിടേക്ക് ചൈതാലിയുടെ ഭർത്താവായ സിൻജോ ഷറഫുദ്ദീൻ കൂടി വരുമ്പോൾ കഥ കുറച്ചുകൂടെ തീവ്രമായി മാറുന്നു. പ്രേക്ഷകർ അവസാനം വരെ ഈ കഥാപാത്രങ്ങളെക്കുറിച്ച് ഊഹിച്ചുകൊണ്ടേയിരിക്കുന്നു. മന്ദഗതിയിലാണെങ്കിലും ഇറുകിയ തിരക്കഥ കാഴ്ചക്കാരെ അവരുടെ ഇരിപ്പിടങ്ങളിൽ ഒട്ടിപ്പിടിപ്പിക്കുന്നു. ഇത് സിനിമയെ ആവേശഭരിതമാക്കി മാറ്റുന്നു. അപ്പു പ്രഭാകരൻ്റെ ഛായാഗ്രഹണം കഥയ്ക്കും ലൊക്കേഷനും സ്ക്രീനിലെ സംഭവ വികാസങ്ങൾക്കും വില കൂട്ടുന്നു. അദ്ദേഹത്തിൻ്റെ ഫ്രെയിമുകൾ സിനിമയെ അടുത്ത തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്നു. ആസിഫ് അലിയുടെയും അമല പോളിൻ്റെയും മികച്ച പ്രകടനങ്ങളുള്ള ഒരു തീവ്രമായ ത്രില്ലറാണ് ലെവൽ ക്രോസ്. കൗതുകമുണർത്തുന്ന കഥാപശ്ചാത്തലവും അസാധാരണമായ അവതരണവും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്ന് തന്നെയാണ്. വളരെ വ്യത്യസ്തമായ ലുക്കിലാണ് നമുക്ക് ആസിഫ് അലിയെ ഈ ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്. ആ ലുക്കിനെക്കുറിച്ച്, ആ ഗെറ്റപ്പിനെക്കുറിച്ച് ആസിഫ് അലി പറയുന്നത് ഇപ്രകാരം: കഥാപാത്രത്തിന് വേണ്ടി 3-4 ഗെറ്റപ്പുകൾ ഫൈനലൈസ് ചെയ്തിരുന്നു. ധാരാളം വസ്ത്രങ്ങൾ ട്രയൽ ചെയ്തു. ഇപ്പോൾ പോസ്റ്ററുകളിൽ നിങ്ങൾ കാണുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുന്നത് വരെയുള്ള ശ്രമങ്ങൾ വളരെ കഠിനമായിരുന്നു. കഥാപാത്രം അവതരിപ്പിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ചലഞ്ച് ഈ രൂപത്തിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയായിരുന്നു. വേഷവിധാനങ്ങൾ ഗംഭീരമാവുകയും പ്രകടനം ലൂസാവുകയും ചെയ്താൽ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെയാകും. ചിത്രത്തിൻ്റെ ലോഞ്ചിൻ്റെ സമയത്ത് ആസിഫ് അലിയുടെ മറുപടി ഇതായിരുന്നു: